ISRO ചാരക്കേസിനെക്കുറിച്ച് ഞാൻ എഴുതിയ ചാരം എന്ന പുസ്തകം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം എന്നോട് പലരും ചോദിച്ചു, ഈ ചാരക്കേസ് നടന്നിട്ട് 3 പതിറ്റാണ്ടിലേറെയായി, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു പുസ്തകം എഴുതുന്നത്? സത്യത്തിൽ ഞാൻ പുസ്തകം എഴുതാൻ ശ്രമം ആരംഭിച്ചിട്ട് ഒരു പതിറ്റാണ്ടിലേറെയായി. അത് എഴുതി പൂർത്തിയാക്കിയത് കോവിഡ് കാലത്താണ്. പ്രസിദ്ധീകരിക്കാൻ ഇത്രയും വൈകിയെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ചാരക്കേസിൻ്റെ പിന്നാമ്പുറം, അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും തർക്കങ്ങൾ നടക്കുകയാണ്. ചാരവൃത്തി നടന്നു എന്ന് വിശ്വസിക്കുന്നവരും നടന്നില്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് വളരെ വിശദമായി സമഗ്രമായി അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് നടത്തിയ ഒരു അന്വേഷണമാണ്, അതിൻ്റെ ഫലമാണ് ചാരക്കേസ്. ചാരക്കേസിൻ്റെ ആ തുടക്കത്തിൽ പ്രധാന പത്രങ്ങളിൽ പലരും പ്രധാനപ്പെട്ട പോലീസ് നൽകുന്ന വാർത്തകൾ മാത്രം ഒതുങ്ങി നിന്നപ്പോൾ മറ്റു ചില പത്രങ്ങൾ കഥകൾ എഴുതാൻ തുടങ്ങി. ഈ കഥകൾ എഴുതുന്ന കാര്യത്തിൽ മനോരമ അക്കാലത്ത് വളരെ പുറകിലായിരുന്നു. പലപ്പോഴും മനോരമ എന്തുകൊണ്ടാണ് ചാരക്കേസ് സംബന്ധിച്ച വാർത്തകളിൽ പിന്നിലേക്ക് പോകുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ശരിയായ തെളിവുകളില്ലാതെ മനോരമ ഒരു വാർത്ത എഴുതില്ല എന്നുള്ള ഒരു നിലപാട് അവരെയൊക്കെ അറിയിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഒരു സ്റ്റേജ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേ ഒരു പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു വാർത്ത വന്നു. നമുക്കറിയാം ചാരക്കേസ് സംഭവിക്കുന്നത് ആദ്യം മറിയം റഷീദ എന്ന് പറയുന്ന മാലിക്കാരിയെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് മറ്റൊരു മാലിക്കാരിയായ മറിയം റഷീദയുടെ കൂട്ടുകാരി ഫൗസിയ ഹസനെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ശശികുമാർ എന്ന ശാസ്ത്രജ്ഞനെ അറസ്റ്റ് ചെയ്യുന്നു. നമ്പിനാരായണൻ എന്ന ശാസ്ത്രജ്ഞനെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ ചന്ദ്രശേഖർ ശർമ്മ തുടങ്ങിയ വ്യവസായികളെ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. ഇത്രയും പേരെ അറസ്റ്റ് ചെയ്ത് അപ്പോൾ ആ അറസ്റ്റിൻ്റെ വാർത്തകളൊക്കെ മാത്രം കൊടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ അന്വേഷണങ്ങളും കേസിനെ സംബന്ധിച്ചുള്ള വാർത്തകളുമൊക്കെ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. അത് മറ്റാരുമല്ല, രമൺ ശ്രീവാസ്തവ.